Good evening to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ ഈറ്റ ഈക്വൽ ടു Q2 പ്ലസ് Q1 ബൈ Q2 ഈക്വൽ ടു T2 മൈനസ് T1 ബൈ Q2. ഈ Q2 വെച്ചത് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് Q1 ബൈ Q2 ഈക്വൽ ടു 1 മൈനസ് T1 ബൈ T2. Q1 ബൈ T1 ഈക്വൽ ടു മൈനസ് Q2 ബൈ T2. Q1 ബൈ T1 പ്ലസ് Q2 ബൈ T2 ഈക്വൽ ടു 0. ഇവിടെ ഈ Q2 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ T2 കെൽവിനിൽ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നതാണ്. Q1 എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ T1 കെൽവിനിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതും. ഫിഗർ 2.17 ABA എന്നൊരു റിവേഴ്സിബിൾ സൈക്കിൾ കൺസിഡർ ചെയ്യുക. ആ സൈക്കിൾ ധാരാളം ഇൻഫിനിറ്റെസിമലി സ്മോൾ കാർനോട്ട് സൈക്കിൾസ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻസൈഡുള്ള ഓരോ പാർട്ടും രണ്ട് സൈക്കിൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്പാൻഷൻ, രണ്ട് കംപ്രഷൻ. അതുകൊണ്ട് ഇൻസൈഡുള്ള എല്ലാ പാർട്ടും ക്യാൻസൽ ആവും. എന്നിട്ട് ABAക്ക് അപ്രോക്സിമേറ്റ് ആയ ഒരു സിക്സാക് ഔട്ട്ലൈനാണ് ലീവ് ചെയ്യുക. ഈ സ്മോൾ കാർനോട്ട് സൈക്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും സിക്സാക് ഔട്ട്ലൈൻ ക്ലോസർ ആയിരിക്കും. ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഐസോതെർമൽ സ്റ്റെപ്പിലാണ്. അപ്പോൾ സമ്മേഷൻ Q റിവേഴ്സിബിൾ ബൈ T ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 2. ഒരു ഇൻഫിനിറ്റെസിമലി സ്മോൾ റിവേഴ്സിബിൾ സൈക്കിളിന് സമ്മേഷൻ DQ റിവേഴ്സിബിൾ ബൈ T ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 3. ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റ്സും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഇക്വേഷൻ 3നെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DQ റിവേഴ്സിബിൾ ബൈ T ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 4. ഈ DQ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റെസിമലി സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ അറൗണ്ട് സൈക്ലിക് പാത്ത്. സൈക്കിളിൻ്റെ സം ഓഫ് ചേഞ്ചസ് 0 ആവുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇക്വേഷൻ നമ്പർ 4 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്, ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഡിഫറൻസ്. DS is equal to DQ റിവേഴ്സിബിൾ ബൈ T. ഇക്വേഷൻ നമ്പർ 5. ഈ റിലേഷൻഷിപ്പിൽ DS എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റെസിമലി സ്മോൾ ചേഞ്ചസിലൂടെ സിസ്റ്റം പോകുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ്. DQ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റെസിമലി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. ഈ ഇക്വേഷൻ നമ്പർ 5 ആണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാർനോട്ട് തിയറം അനുസരിച്ചിട്ട് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എല്ലായ്പ്പോഴും 1ന് കുറവായിരിക്കും. അതായത് അബ്സോർവ് ചെയ്യുന്ന ഹീറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഈ റെസ്ട്രിക്ഷനിൽ നിന്നാണ് എൻട്രോപ്പി എമർജ് ചെയ്യുന്നത്. സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. ഡിസോർഡർ കൂടുതലായാൽ എൻട്രോപ്പി കൂടുതലായിരിക്കും. സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് പ്രോബബിലിറ്റിയും എൻട്രോപ്പി മെഷർ ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രോബബിലിറ്റി ആണ്. ഈ എൻട്രോപ്പി സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എൻട്രോപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഡെൽറ്റ എസ് ഈക്വൽ ടു S2 മൈനസ് S1. ഫോർ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ പാത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു S2 മൈനസ് S1 ഈക്വൽ ടു ഇൻ്റഗ്രൽ S1 S2 DQ റിവേഴ്സിബിൾ ബൈ T. ഇത് ഇക്വേഷൻ നമ്പർ 6. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഫൈനൈറ്റ് ചേഞ്ചിൽ നടക്കുകയാണെങ്കിൽ ഇക്വേഷൻ 6 ഉണ്ടാവും. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T. ഇത് ഇക്വേഷൻ നമ്പർ 7. സ്റ്റേറ്റ് 1നെയും സ്റ്റേറ്റ് 2നെയും കണക്ട് ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിൻ്റെയും ഡെൽറ്റ എസ് സെയിം ആയിരിക്കും. കാരണം ഡെൽറ്റ എസ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇക്വേഷൻ നമ്പർ 7 ഉപയോഗിച്ചിട്ട് ഡെൽറ്റ എസ് കാണണമെങ്കിൽ Q റിവേഴ്സിബിൾ എന്താണെന്ന് നമുക്ക് അറിയണം. ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DQ റിവേഴ്സിബിൾ ബൈ T ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 8. യൂണിറ്റ് ഓഫ് ഡെൽറ്റ എസ് ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. നെക്സ്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എൻട്രോപ്പി. ഇതിൽ 3 സെക്ഷൻ ഉണ്ട്. 1 മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം, 2 മെഷർ ഓഫ് പ്രോബബിലിറ്റി, 3 മെഷർ ഓഫ് അൺഅവൈലബിൾ എനർജി. അതിൽ ഫസ്റ്റ് സെക്ഷൻ മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം. എല്ലാ സ്പോണ്ടേനിയസ് ചേഞ്ചസ് നടക്കുമ്പോഴും കൂടെ എൻട്രോപ്പി കൂടുന്നുണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. എൻട്രോപ്പി കൂടുക എന്ന് പറഞ്ഞാൽ റാൻഡംനെസ് കൂടുക എന്നാണ്.
എക്സാമ്പിൾ, ഒരു ഗ്യാസ് യൂണിഫോം പ്രഷർ എത്തുന്നവരെ ലോ പ്രഷറുള്ള റീജിയനിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ഷുഗർ NaCl പോലുള്ള സൊല്യൂട്ട് സാച്ചുറേഷൻ സ്റ്റേറ്റ് എത്തുന്നവരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസോൾവ് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ്, മെഷർ ഓഫ് പ്രോബബിലിറ്റി. ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബബിലിറ്റി സ്റ്റേറ്റിൻ്റെ മെഷറാണ് എൻട്രോപ്പി. ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രോബബിലിറ്റിയാണ്. പിന്നെ അക്കോർഡിംഗ് ടു പ്രോബബിലിറ്റി തിയറി S=K(ln)W പ്ലസ് കോൺസ്റ്റൻറ്റ്. ഇതിൽ K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷനിൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 0 ആണെന്ന് പോയിന്റ് ചെയ്തത് പ്ലാങ്ക് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് S=K(ln)W എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 9. ഈ ഇക്വേഷൻ നമ്പർ 9 ആണ് ബോൾട്ട്സ്മാൻ എൻട്രോപ്പി ഇക്വേഷൻ എന്ന് പറയുന്നത്. സെയിം എനർജി വോളിയം കണ്ടീഷനിൽ ആക്ച്വൽ സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഓർഡറിൻ്റെയും പ്രോബബിലിറ്റി റേഷ്യോ ആണ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി W എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെഷർ ഓഫ് അൺഅവൈലബിൾ എനർജി. സെക്കൻഡ് ലോ അനുസരിച്ച് ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കാൻ കഴിയില്ല. ടോട്ടൽ എനർജീൻ്റെ സം പാർട്ട് വേസ്റ്റായി പോകും. ആ എനർജി വർക്ക് ചെയ്യാൻ പിന്നെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് അവൈലബിൾ എനർജി ടു ഡു വർക്ക് പ്ലസ് അൺഅവൈലബിൾ എനർജി, ദാറ്റ് ഈസ് H=G+DS. ഇതിൽ H ആണ് ടോട്ടൽ എനർജി, G എന്ന് പറഞ്ഞാൽ അവൈലബിൾ എനർജി ടു ഡു വർക്ക്, TS ആണ് അൺഅവൈലബിൾ എനർജി. അപ്പോൾ അൺഅവൈലബിൾ എനർജി പ്രൊപ്പോർഷണൽ ടു T. Thus entropy become a measure of unavailable energy.